പോക്കിരി റിലീസ്, യമണ്ടൻ കട്ടൗട്ട്, കളർഫുൾ സോങ് എല്ലാം വെറുതെ ആയി. ഇവർക്ക് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ സീരിയസ് ഡിസ്കഷനോടെ മനുഷ്യവിടെ ഭ്രാന്ത് പിടിച്ചാ അവൻ്റെ ഒരു ക്രിക്കറ്റ് കളി. പോലീസ് കേസായ കാര്യം നൗഷാദ് ചെന്നൈയിൽ വിളിച്ച് പറഞ്ഞു കൊടുത്തു. അതോടെ ഫോട്ടോഷൂട്ടും ഗോവിന്ദ. സ്റ്റേഷനിൽ കയറിയതും പറഞ്ഞു കൊടുത്തു അണ്ണാ. അണ്ണൻ പനീർ സാറിനെ വിളി. എടാ പനീർ സാറൊന്നും നമ്മൾ വിളിച്ച ഫോൺ എടുക്കത്തില്ലടാ. ഇത് ആരുടെ ഈ പനീർ സാറ്? കുറെ നാളായാലും ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇക്ക അയാളെന്ന് വിളിക്കാൻ ചെയ്യല് മര്യാദ കൊടുക്കണം. വിജയന്റെ സെക്രട്ടറിയാണ് പനീർ സാർ. ആരുടെ? വിജയന്റെ സെക്രട്ടറിയാ? കഷ്ടം. മാളു ചൂടപ്പുണ്ടേ. ഇയാൾക്ക് വിജയണ്ണനോട് കുറച്ച് പുച്ഛം കൂടുന്നു. ശരിയാ, നമുക്ക് ഇയാൾ കട്ട് ചെയ്താലോ? ഓവറായാൽ നമുക്കങ്ങ് കട്ട് ചെയ്യാം. ഇന്നലെ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ. അതെ, ഇന്നലെ രാത്രി അങ്ങ് ഉറങ്ങിപ്പോയി. പകൽ 12 വരെ കാര്യതടസ്സം, അലച്ചിൽ, ചെലവ് ഇവ കാണുന്നു. 12 മണി കഴിഞ്ഞാൽ കാര്യവിജയം, സന്തോഷം, ഇഷ്ടഭക്ഷണ സമൃദ്ധി. 12 കഴിഞ്ഞു. നീ എൻ്റെ ഒന്ന് വായിച്ചേ. നിന്റെ മേടക്കൂറല്ലേ? ആ അതെ. മേടക്കൂറുകാർക്ക് മാനഹാനി, ധനനഷ്ടം, ക്ലേശകരമായ ആരോഗ്യം. കറക്റ്റ് ആണല്ലോ. ഒന്നുകൂടെ ഉണ്ട്, ബന്ധുമിത്രാദികളിൽ നിന്നും മർദ്ദനം. ഏയ് അത് കറക്റ്റ് അല്ല. മദനകാമേശ്വരൻ നമ്പൂതിരിയല്ലേ, തെറ്റാമൊഴിയൊന്നുമില്ല. അങ്ങനെയൊന്നുമല്ല, ഇടയ്ക്കൊക്കെ തെറ്റാണ്. ഹലോ എടാ, ഞാൻ ഒരു ഡിസ്കഷനില്ല. പിന്നെ ബിജു, ഇതാ പോലീസ് സ്റ്റേഷൻ ഇരുന്നില്ലടാ. ആ എടാ, ഈ വലതുവശത്തേക്ക് തുമ്പിക്കയുള്ള ഗണപതിയെ മോഷ്ടിച്ച ഐശ്വര്യ വെച്ചടി കയറ്റം. ആര് പറഞ്ഞു? നീങ്ങി വന്നേ. നീ ഇനിയിപ്പോ ആരോട് പറയാൻ നിൽക്കണ്ട. ഇനിയിപ്പോ ഇതിന്റെ ഇടി ഇനി വേറെ വരുമല്ലോ. എടാ, ഒരു ഗണപതിയല്ലേ, കുഴപ്പമില്ല. ഇവന്റെ ഒരു കാര്യം സിംഗം സുനി വരുന്നു. എന്തുടനെ ഗണപതിയൊക്കെ ആയിട്ട് എസ് എന്ന ഗിഫ്റ്റാടാ. സൈമ പോക്ക് റിലീസ് പാളിന്നേട്ടല്ല. ഓ അലമ്പൊന്നും ആയില്ല. നിന്നെ കണ്ടില്ലല്ലോ, നീ എവിടെയായിരുന്നു? കുറച്ച് ബിസിലടാ. സിംഗന്ത്രി നാളെ മാമന്റെ മോളുടെ മാമോദിസയാണ്. നീ എല്ലാം വരില്ലേ? ഞാൻ സൂര്യാണെന്ന് വിളിച്ചിട്ടുണ്ട്. അണ്ണ ഷൂട്ടിലാടാ, ഇല്ലേ വന്നാനെ? പിന്നെ ഇവന്റെ മാമന്റെ മാമോസിക്ക് വരില്ല സൂര്യന്റെ പണി. ഒന്ന് പോടാളിയ രാവിലെ തള്ളാ. ഇങ്ങനെ ഞങ്ങളുടെ ചങ്കാണ്. ഇത് കണ്ട ഫോട്ടോഷോപ്പ് വർക്കൊന്നും അല്ല, ഒറിജിനൽ ഫോട്ടോഷൂട്ട് കിട്ടിയതാ. ഞങ്ങക്ക് ഇത്ര ഫോട്ടോഷൂട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാവാ. അത് വിട്. എന്തായാലും വൈകുന്നേരം മാമോദിസിക്കുക. എടാ അടിച്ചിട്ട് വരിക. മുന്നേ 2 കിട്ടുവോ? എടാ സൈമ, നമുക്ക് സൂര്യപാനായല്ലോ. എടാ ബിജു, തന്തയില്ലാത്തരം പറയരുത്. സോറി സൈമ. 1 കിലോ പഞ്ചസാര എടുക്കാൻ ഇത്രയും നേരോ? ഒന്ന് വേഗം താ. തരാം. എടാ ബിജുവേ, എടാ ബിജുവേ, അവിടെ ഉണ്ടോ? യെസ് ഡാഡ്. എടാ ഇങ്ങോട്ടൊന്ന് വാടാ. ഡാഡി വിളിക്കുന്നത്, ഞാൻ പോയിട്ട് വരാം. അല്ലെങ്കിൽ മച്ചാൻ പേര് മധുരേ, നീ നിന്ന് പാറ് എതിരേ. എന്താ ഡാഡി? നീ എന്തിനാടാ ഇങ്ങനെ സമയം കളയുന്നേ? എന്നെ ഒന്ന് സഹായിക്ക്. എനിക്ക് ഒറ്റയ്ക്ക് വയ്യ, വയസ്സായടാ. താഴ്ത്തപ്പെട്ടവർക്ക് തന്തപ്പെരിയാർ പോരാടിയത് 94-ാം വയസ്സിൽ. തൊഴിലാളിക്ക് ഓടി ഓടി സേവ ചെയ്തപ്പോൾ മദർ തെരേസയ്ക്ക് വയസ്സ് 87. മൊത്ത വെള്ളക്കാർക്കളെ കപ്പലേറ്റി അലപ്പുമ്പോൾ ഗാന്ധിക്ക് വയസ്സ്. എടാ, ഗാന്ധിക്ക് വയസ്സ് എത്രയാ? 77. യെസ്, 74. റിട്ടയർമെന്റ് എന്നത് ഡേറ്റ് ഓഫ് ബർത്തിലല്ല, ഇങ്ങ ഇരിക്കെ ഇങ്ങ. മദനകാമേശ്വരൻ കറക്റ്റാ. അയാള് പറയുന്നതെല്ലാം ഫലിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അയാൾ പറഞ്ഞൊക്കെ ശരിയാവുന്നു. എടാ സൈമ, അപ്പൊ നീ പറഞ്ഞ കാര്യങ്ങളും ശരിയാവണുണ്ടല്ലോടാ. അതും ശരിയാണല്ലോടാ. തന്തയെ കൊണ്ട് എങ്ങോട്ടെങ്കിലും കളഞ്ഞേ പറ്റൂ. പറടി. വാങ്ങിച്ച് മണ്ണെണ്ണയും പച്ചക്കറി എല്ലാം വാങ്ങിച്ചു. പച്ചക്കറി ഉണങ്ങി. വരും വരും വരും. മോളെ കൊടുക്കണ്ട നീ. വരും. എന്നിട്ട് ഞാൻ ഇപ്പൊ ഒരു മീറ്റിങ്ങിലാണ്. വരും. ഉമ്മ വേണ്ട. മീറ്റിംഗില്ലേ? എന്ത് മീറ്റിംഗ്? ഇതൊക്കെ മീറ്റിംഗ് ഇല്ലേ പിന്നെ? ഉണ്ണീശോയെ, മാതാവേ, ഔസേപ്പിതാവേ, രക്ഷിക്കണേ. പുൽക്കൂട്ടിലിടയൻ കാവൽ മുനകമാർ. ജയ് ജവാൻ ജയ് കിസാൻ. അമ്മേ പാൽ. ഓക്കെ, അമ്മേ പാൽ. നിക്കടാ അവിടെ. എവിടെ ആയിരുന്നടാ നീ ഈ 3 ദിവസം? പോക്കിരി റിലീസ്,
ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ 27 വയസ്സ് തികഞ്ഞു നിനക്ക് അറിയോ? നിന്റെ കൂടെ പഠിച്ച ജോർജും ബിബിനും ഒക്കെ ഗവൺമെന്റ് ജോലിക്കാരാ. നീ ഇങ്ങനെ കാള കളിച്ച് നടന്നോ? ഞാനും PSC ചെയ്യുന്നുണ്ടല്ലോ. എഴുത്ത് മാത്രമല്ലേ ഉള്ളൂ, അവരൊക്കെ കല്യാണം കഴിച്ച് കുട്ടികളുമായി. ജോർജിനും കുട്ടിയാമ്മ. ആ കുട്ടിയായി. എന്തു കുട്ടി? സൈമ, നീ വിഷയം മാറ്റാൻ നോക്കല്ലേ. നീ ഒന്നുകൂടെ അമ്മാന്ന് വിളിച്ചേ. അമ്മ. ഇങ്ങോട്ട് മൂത്തോക്കി വിളിയടാ. അമ്മ ഇക്കടാ അവിടെ. നെഞ്ചിനോട്ട് കുത്താതമ്മ. നിന്റെ നെഞ്ച് കറി വറുത്തരച്ചാ മതിയോ? പോയി പുളിയും മുളകും വേടി. കഴിച്ചിട്ട് വന്ന് നന്നായി. ഊതറ ഊത്. നിന്നോടാ പറഞ്ഞ ഊതാൻ. ഊത്. ഇതിലോട്ട് ഊതടാ. ഇറങ്ങണ ഇറങ്ങണ ഇറങ്ങ. ഞാൻ പോവേ. ആ നീ പൊയ്ക്കോ. ലക്ഷ്മി, ലക്ഷ്മി, ഒന്നുമില്ല. നിന്റെ അപ്പനെങ്ങും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പോവാ. ഒന്ന് വെയിറ്റ് ചെയ്യ് സാറേ, അപ്പനിപ്പം ഇങ്ങ് വരും. ലക്ഷ്മി, ലക്ഷ്മി, ലക്ഷ്മി. സോറി, ഒരു അല്പം ലേറ്റായി. എന്തോ അപ്പാ, എത്ര നേരം ഗ്ലാസും കഴുകി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ഉത്തരവാദിത്വ ബോധമൊക്കെ വേണം. എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം. എന്തിനാണ് എനിക്ക് ഇത്ര വെള്ളം ഒഴിച്ച്? ഇല്ലേ കൂമ്പ് പാടും. പിന്നെ എന്തുണ്ട് വിശേഷം? നമ്മുടെ സ്റ്റേഷനിലെ വിശേഷങ്ങൾ അവിടെ എന്തോ സാറേ, പെൺവാണിഭം, പിള്ളാരെ കിടത്തൽ, സദാചാരം, ഗുണ്ടാസംഘം, മടുപ്പ് കേസ് തന്നെ. ഇതാ ഞാൻ അങ്ങോട്ട് വരാത്ത. മതിയായി. ഇക്കൊല്ലം കൊണ്ട് ഞാനങ്ങ് നിർത്തിയാലോ എന്ന് ആലോചിക്കുക. അയ്യോ സാറ് നിർത്തല്ലേ സാറേ. ആ SI സാറിന്റെ ഇടികൊണ്ട് ഞങ്ങൾ ചാവും. അയാളെ എന്തെങ്കിലും ചെയ്തിട്ട് സാറ് അതൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം. ഞാനേ ഇത്തവണ ഇലക്ഷന് നിന്നാലോ എന്ന് ആലോചിക്കായിരുന്നു. ആ നല്ലതാ സാറേ. സാറ് തന്നെ നിൽക്കണേ. സാറിൻ്റെ അപ്പം ജോൺ സാറ് മന്ത്രിയായിരുന്നപ്പോൾ തിരുവനന്തപുരം സ്വർഗമായിരുന്നു, സ്വർഗം. അപ്പനായിട്ട് തുടങ്ങി വെച്ച പാർട്ടിയല്ലേ. വീട്ടിൽ നിന്ന് അമ്മച്ചൊക്കെ ഭയങ്കര പ്രഷറാണ്. ഇനി ഇറങ്ങിയില്ലെങ്കിൽ പാർട്ടി കയ്യിൽ നിന്ന് പോകും. സാർ ഇറങ്ങണം സാറേ, നമ്മൾ വിജയ് ഫാൻസിന്റെ ഫുൾ സപ്പോർട്ടാണ്. അല്ലടാ ബിജു? ഫുൾ സാറേ ഫുൾ സപ്പോർട്ടാ. പക്ഷെ ഒരു ഫുൾ കൂടെ എടുക്കേണ്ടി വരും. അതൊക്കെ നമുക്ക് എടുക്കാം. നിങ്ങളുടെ പടം എന്നാ റിലീസ്? ആകെ പ്രശ്നമാണ് സാറേ, തിയേറ്റർ സമരം മൊത്തം കുഴപ്പം. അതാ ഇവന്റെ പ്രശ്നം. ഇനി സൈമ, എന്റെ പ്രശ്നം ഞാൻ പറയാം. ലക്ഷ്മി എനിക്കൊരു സ്വസ്ഥതയും തരുന്നില്ല. അത് തന്നെ എനിക്ക് അങ്ങോട്ടും പറയാനുള്ളത്. അമ്മയെ കൊണ്ട് എനിക്കൊരു സ്വസ്ഥയില്ല. ഇന്നെന്ത് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ആ ഊതിക്കുന്ന സാധനം വീട്ടിൽ നിന്ന് എടുത്ത് കളയണം. അതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. സൈമ, ഞാനൊരു കാര്യം പറയാം. മേലെ നീ വെളിയിൽ പോയിരുന്ന് വെള്ളം അടിക്കരുത്. നിനക്ക് അടിക്കണമെങ്കിൽ എന്നോട് പേരുന്ന് അടിക്ക്. പോളിയപ്പൻ. ആ പൊളിഞ്ഞിരിക്കും. അതെ വരണ വഴി. ലക്ഷ്മി ഒരു പാവം. അയ്യോ, ജാതി മതം ഒന്നും നോക്കാതെ അവളിവിടെ വന്നു. അതിന്റെ കാണാനുണ്ട്. അവള് വന്ന കാലം മുതൽ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക. പക്ഷെ ഇനി നടക്കില്ല. അപ്പനൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. പെണ്ണുങ്ങളൊക്കെ പാരമ്പര്യമായിട്ട് ഇങ്ങനെയാ. നമ്മളായിട്ടൊന്നും മാറ്റാൻ നിൽക്കണ്ടെന്നേ. നാളെ ആ പെണ്ണെ പോയി കണ്ടോണം. ഞാൻ കണ്ടാ മതിയാ. അപ്പനറിയാലോ, തുപ്പാക്കി ഞാൻ 22-ാം തവണ ന്യൂ തിയേറ്ററിൽ വെച്ച് കണ്ടോണ്ടിരുന്നപ്പോ വിജയാണ്ണന്റെ എൻട്രിക്ക് നിർത്താതെ എഴുന്നേറ്റ് നിന്ന് ബിസിലടിച്ച പെൺകുട്ടി. അവളെ ഞാൻ കേട്ടത്തുള്ളൂ. സൈമ, കുറെ നാളായിട്ട് ഞാനിത് കേൾക്കുന്നു. അവൾ ആരാ എന്താണെന്ന് പോലും നിനക്കറിയില്ല. ആ ബ്രോക്കർ ത്രേസ്യ ചേച്ചി പറഞ്ഞ പെണ്ണിനെ നാളെ